നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവേ ന്യൂനപക്ഷങ്ങളെയും ഹിന്ദു ഭൂരിപക്ഷത്തെയും ഒപ്പം നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ. ശബരിമല യുവതി പ്രവേശനത്തിൽ കൈപൊള്ളിയ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം വഴി വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട സംഗമങ്ങളിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സർക്കാരിന്റെ തീവ്ര ശ്രമത്തെ തേച്ചൊട്ടിക്കുകയാണ് ഇവിടെ സതീശൻ. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന്റെ കാര്യം എന്തായി എന്നാണ് സതീശന്റെ ചോദ്യം. UDF സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതിയിൽ നൽകിയ ആചാര ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ എന്നുമാണ് സതീശൻ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. നാമജപ ഘോഷയാത്ര നടത്തിയവർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 9 കൊല്ലമില്ലാതിരുന്ന ഭക്തി അത് തോറ്റുപോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വന്നത്. സതീശന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിയിട്ടാണെങ്കിലും സർക്കാരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ ഈ സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ തീർത്ഥാടകരെത്തുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയെ ഏറ്റവും കൂടുതൽ വിവാദ കേന്ദ്രമാക്കി മാറ്റിയതാണ് ഈ സർക്കാരാണ്, ഇവരുടെ മുൻ സർക്കാർ. CPM-ന് നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അവർ ചെയ്തത് ആചാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള UDF മന്ത്രിസഭ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു, സത്യവാങ്മൂലം. ആചാരങ്ങൾ തുടരേണ്ടതാണ്, ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല എന്ന തീരുമാനം UDF മന്ത്രിസഭ എടുത്ത് സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. 2016 UDF ഗവൺമെന്റ് മാറിയപ്പോൾ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. LDF ഗവൺമെന്റ് ചെയ്തത്, സാധാരണ സത്യവാങ്മൂലങ്ങൾ അങ്ങനെ തിരുത്താറില്ല, കോടതിയിൽ കൊടുക്കുന്നത്. ഗവൺമെന്റുകൾ തുടരുകയാണ്, സർക്കാരുകൾ തുടരുമ്പോൾ അത് അതുപോലെ തന്നെ നിൽക്കും കോടതിയിൽ കൊടുത്തത്. പക്ഷെ ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ ചെയ്തത് UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. UDF അയ്യപ്പ ഭക്തരുടെ കൂടെയായിരുന്നു. കൃത്യമായ നിലപാടാണ്. അയ്യപ്പ ഭക്തരുടെ കൂടെ ആചാര ലംഘനം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് UDF-ലെ എല്ലാ കക്ഷികളും എടുത്തു. UDF നേതൃത്വം ഒറ്റക്കെട്ടായി അവിടെ ആചാര ലംഘനങ്ങൾ നടത്താൻ പോകുന്ന സർക്കാരിന്റെ തീരുമാനങ്ങൾക്കെതിരായി ഒരുമിച്ച് നിന്നു. അയ്യപ്പ ഭക്തരുടെ കൂടെ നിന്നു UDF-ന്റെ നിലപാട് അതാണ്. ഞാനത് ആവർത്തിച്ച് പറയുന്നത്. അയ്യപ്പ ഭക്തരുടെയും അവരുടെ വികാരങ്ങളുടെയും ആചാരങ്ങളുടെയും കൂടെയാണ്. അതാണ് അതിന്റെ കൾച്ചർ. നമ്മളെപ്പോഴും ഈ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കണം. അതിനെ മാറ്റമുണ്ടാവണമെങ്കിൽ അതാത് സമുദായത്തിൽ നിന്ന് തന്നെ, ഏത് സമുദായത്തിലാണെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ആചാര ലംഘനങ്ങളല്ല നടത്തേണ്ടത് എന്നുള്ള തീരുമാനമായിരുന്നു. നമ്മൾ ഉറച്ചു നിന്നു. ആയിരക്കണക്കിനെതിരായി ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ വന്നു. പോലീസ് കേസെടുത്തു. കാരണം പോലീസ് ചെയ്തത് ആചാര ലംഘനം നടത്തി ആളുകളെ കയറ്റാൻ ഉള്ള ശ്രമമാണ് നടത്തിയത്. ഞാൻ ആരെയാണ് പോലീസ് അവിടെ എല്ലാവരിലും ഒളിച്ച് കയറ്റാൻ ശ്രമിച്ചോന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഗവൺമെന്റ് ലാസ്റ്റോക്കായ പരിഹാസപാത്രമായ ഒരു ചരിത്രമാണ് ശബരിമലയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഓർമ്മയുണ്ടാവും, ഇല്ലേ? എല്ലാവരുടെയും മനസ്സിലേക്ക് അത് ഓടിയെത്തി. പോലീസിനെ കൊണ്ടുവന്ന് ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ പിണറായി സർക്കാർ എടുത്ത കാര്യം ആ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ, എല്ലാ വിഭാഗം ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമായി മാറുന്ന കാഴ്ചകൾ. ആയിരക്കണക്കിന്, നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി കേസുകൾ എടുത്തു. നിരവധി കേസുകൾ. ഉമ്മൻചാണ്ടിക്കെതിരെ കേസുണ്ട്, രമേശ് ചെന്നിത്തലക്കെതിരായി കേസുണ്ട്, അടൂർ പ്രകാശിനെതിരായി, എല്ലാവർക്കെതിരായി കേസുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, ആ
സമരം വിജയിച്ചു. ആചാര ലംഘനം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് അവർ പിന്മാറി. പക്ഷെ റിവ്യൂ ഹർജി കൊടുത്തിരിക്കുകയാണ്. ആ റിവ്യൂ ഹർജി നിലനിൽക്കുകയാണ് സുപ്രീം കോടതി. നമ്മുടെ ചോദ്യം, 10 കൊല്ലം അധികാരത്തിലിരുന്ന് 10ാമത്തെ വർഷം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്? അത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുന്നതിനുള്ള സംഗമമാണ്. അതാണ്.